ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി സർവേ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പക്ഷേ എല്ലാ സർവേ റിപ്പോർട്ടുകളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ചില സർവേകളെല്ലാം തന്നെ പറയുന്നത് UDF തരംഗമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നാണ്. എന്നാൽ അതേസമയം മറ്റു ചില സർവേകൾ പറയുന്നത് ഒരു LDFന്റെ പ്രഭാവം ഇക്കുറി ആവർത്തിക്കാനുള്ള അല്ലെങ്കിൽ ഇക്കുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ അതേസമയം തന്നെ അതും പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളിൽ നിന്നുള്ള സർവേകളെല്ലാം തന്നെ പറയുന്നത് ഒരു BJP തരംഗം കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നാണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ പല സർവേകളും അഭിപ്രായപ്പെടുന്നത് പല തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആര് വിശ്വസിക്കുമെന്നുള്ളത് വലിയൊരു ആശങ്കയും സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനി കേരളത്തിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതലേ തന്നെ ഏറെ ചർച്ചകളിലും വിവാദങ്ങളിലും പെട്ടിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹം ആദ്യമേ തന്നെ ഒരർത്ഥത്തിൽ BJP തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ താൻ തന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി ഇക്കുറി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് സുരേഷ് ഗോപി തന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം VS സുനിൽകുമാർ രംഗപ്രവേശം ചെയ്തു. CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് LDFന്റെ സാരഥിയായിട്ട് VS സുനിൽകുമാർ തന്നെ കളത്തിലേക്ക് ഇറങ്ങി. അതോടെ തന്നെ തൃശൂരിൽ മത്സരം മൂർച്ഛിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പരന്നിരുന്നു. എന്നാൽ അതേ സാഹചര്യത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നത് സിറ്റിംഗ് MP ആയിട്ടുള്ള TN പ്രതാപൻ തന്നെയായിരുന്നു. TN പ്രതാപനെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് തന്നെ ഉറച്ച വോട്ടുകൾ ലഭിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ TN പ്രതാപൻ ഇക്കുറി മത്സരിക്കുകയാണെങ്കിൽ തൃശൂരിലെ വോട്ടുകൾ ഏറെ UDFന് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള ചില വിലയിരുത്തലുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിലാണ് TN പ്രതാപനെ മാറ്റി നിർത്തിക്കൊണ്ട് തൃശൂരിലേക്ക് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് K മുരളീധരൻ എത്തുന്നത്. അതോടെ മത്സരത്തിന്റെ ഗതിയെല്ലാം തന്നെ മാറിപ്പോയി. ചർച്ചകളെല്ലാം തന്നെ രണ്ടായി ഭിന്നിച്ചു എന്ന് തന്നെ പറയാം. K മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വിജയ സാധ്യത ഏറെയാണെന്ന് വാർത്തകൾ വന്നു. അതിനുശേഷം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വിജയ സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ല എന്നുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. എന്നാൽ അതിനെല്ലാം ശേഷം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാർ തന്നെ മുന്നിലെത്തും എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. ചില മാധ്യമങ്ങൾ ഒരർത്ഥത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ 24 ആണെങ്കിലും അല്ലെങ്കിൽ മനോരമയാണെങ്കിലും അതുമല്ലെങ്കിൽ റിപ്പോർട്ടർ നടത്തിയ സർവേകളെല്ലാം തന്നെ പറയുന്നത് ഒരു UDF തരംഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ റിപ്പോർട്ടറിന്റെ സർവേയിൽ മാത്രമാണ് പറയുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ VS സുനിൽകുമാർ വിജയിച്ചു വരാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ത്രികോണ മത്സരത്തിലേക്ക് തൃശൂർ മാറിയിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇനി സർവേ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം റിപ്പോർട്ടർ ചാനലിന്റെ സർവേ റിപ്പോർട്ട് പറയുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം 34.6% വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം 31.9% വോട്ടുകൾ നേടാൻ സാധിക്കുമെന്നാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം 33.5% വോട്ടുകൾ നേടാൻ സാധിക്കുമെന്നാണ്. അതായത് കൃത്യമായി പരിശോധിച്ചാൽ 34.6% വോട്ടുകൾ നേടിക്കൊണ്ട് UDF തന്നെ വിജയസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടർ ചാനൽ സർവേ പറയുന്നത്. രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത് BJPയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയാണ്. 33.5% വോട്ടുകൾ നേടിക്കൊണ്ട് LDF വരികയാണെങ്കിൽ 31.9% വോട്ടുകൾ നേടിക്കൊണ്ട് LDF മൂന്നാം സ്ഥാനത്തേക്ക് വരുമെന്നാണ് റിപ്പോർട്ടർ സർവേ പറയുന്നത്. എന്നാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ വോട്ട് നില എന്ന് പറയുന്നത് 33.5%, UDFന്റെ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ വോട്ട് എന്ന് പറയുന്നത് 34.6%. അതായത് നേരിയ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ തന്നെയാണ് അവിടെ UDF വിജയിക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല കടുത്ത ഒരു ത്രികോണ മത്സരവും നടക്കുന്നതായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കാണാനും സാധിക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ മനോരമയുടെ സർവേ പരിശോധിക്കുകയാണെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം 36.5% വോട്ടുകൾ നേടാൻ സാധിക്കുമെന്നും NDAക്ക് 30.59% നേടാൻ സാധിക്കുമെന്നും VS സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം 30.53% നേടാൻ സാധിക്കുമെന്നാണ് മനോരമയുടെ സർവേ പറയുന്നത്. ഇനി 24ന്റെ സർവേ പരിശോധിക്കുകയാണെങ്കിൽ 35.9% വോട്ടുകൾ നേടിക്കൊണ്ട് LDFന്റെ സ്ഥാനാർത്ഥിയായി സുനിൽകുമാർ കടന്നു വരുമെന്നാണ്. കഴിഞ്ഞ രണ്ട് സർവേകളും പരിശോധിക്കുന്ന സാഹചര്യത്തിൽ അവിടെ UDFനാണ് മുൻതൂക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 24ന്റെ സർവേ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ 35.9% വോട്ടുകൾ നേടിക്കൊണ്ട് VS സുനിൽകുമാർ വിജയിക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല 31.5% വോട്ടുകൾ നേടിക്കൊണ്ട് K മുരളീധരൻ ജയിക്കുമെന്നും 31.5 വോട്ടുകൾ നേടിക്കൊണ്ട് സുരേഷ് ഗോപി വിജയിക്കുമെന്നും സർവേ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ 24ന്റെ സർവേ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മുരളീധരനും സുരേഷ് ഗോപിയും എത്തി നിൽക്കുന്നത് ഒരേ വോട്ട് നിലയിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ മൂന്ന് സർവേകളും പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. മറ്റ് മണ്ഡലങ്ങളിലെ പോലെ BJP ഏറെ പുറകിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല തൃശ്ശൂരിലേതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സുരേഷ് ഗോപി എന്ന് പറയുന്ന NDAയുടെ കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മൂന്ന് സർവേകളും പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് സർവേ ഫലങ്ങളെല്ലാം തന്നെ ഇക്കുറി LDFനോ UDFനോ അനുകൂലമായി മാത്രമാണ് പ്രവചനങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്.
പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും സർവേ ഫലങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ഇക്കുറി LDF-നോ UDF-നോ അനുകൂലമായ സാഹചര്യത്തിലേക്കാണ് പ്രവചനങ്ങളെല്ലാം തന്നെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതേ സാഹചര്യത്തിൽ സർവേകളിലെല്ലാം തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ NDAയുടെ ഒരു മുന്നേറ്റം തന്നെയാണ്. സുരേഷ് ഗോപി അവിടെ മൂന്നാമതും സ്ഥാനാർത്ഥിയായി എത്തുന്ന സാഹചര്യത്തിൽ വലിയ ഒരു ലക്ഷ്യം യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യമേ തന്നെ കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ക്രൈസ്തവ വോട്ടുകളെല്ലാം തന്നെ ശേഖരിക്കാനുള്ള ശ്രമം നടത്തി. മാത്രമല്ല ലൂർദ് പള്ളിയിൽ കൊണ്ട് മാതാവിന് കിരീടം നൽകുന്നതുണ്ടായിരുന്നു. ആ കിരീടത്തെ ചൊല്ലി അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ വന്നിരുന്നെങ്കിൽ പോലും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ള കാര്യം അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും അദ്ദേഹത്തിന്റെ മാറ്റ് ഏറെ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അതായത് കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സുരേഷ് ഗോപിയുടെ വോട്ടുകൾ മാറ്റി നിർത്തി പരിശോധിച്ചു കഴിഞ്ഞാൽ UDF-ന്റെ വോട്ടുകളിലാണെങ്കിലും LDF-ന്റെ വോട്ടുകളിലാണെങ്കിലും സാരമായ വ്യത്യാസങ്ങളൊന്നും തന്നെ കാണാനും സാധിക്കുന്നില്ല. വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്കുള്ള കുതിച്ച് ഉയരൽ എന്ന് പറയുന്നത് UDF LDF വോട്ടുകളിൽ കാണാൻ സാധിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ NDAയിൽ മാത്രമാണ് അത്തരമൊരു വളർച്ച കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രചരണങ്ങളെല്ലാം തന്നെ വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്. എന്ത് തന്നെയാണെങ്കിലും രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ ഉയർന്ന വിവാദങ്ങളാണെങ്കിലും ചർച്ചകളാണെങ്കിലും അനുകൂലമായ സാഹചര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ അത് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അതെല്ലാം തന്നെ വോട്ടിന് അനുകൂലമായി വരാനുള്ള അല്ലെങ്കിൽ വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണെന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ഇനി തൃശൂർ ലോക്സഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UDF സ്ഥാനാർത്ഥിയായ TN പ്രതാപനാണ്. പക്ഷേ BJP മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ സുരേഷ് ഗോപി അവിടെ സ്വന്തമാക്കിയ വോട്ട് നില എന്ന് പറയുന്നത് 2,93,822 വോട്ടുകളാണ്. എന്ത് തന്നെയാണെങ്കിലും തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മൂവരും കരുത്തരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അതേസമയം തന്നെ സർവേ റിപ്പോർട്ടുകൾ പോലും കൃത്യമായി യാതൊരു തരത്തിലുള്ള പ്രവചനം നടത്താത്തത് മൂലം ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ രണ്ടാം സ്ഥാനത്തേക്കോ മൂന്നാം സ്ഥാനത്തേക്കോ താഴെപ്പെടുന്ന BJP ഒരർത്ഥത്തിൽ കുതിച്ചുയരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള മറ്റൊരു സവിശേഷത കൂടി തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല യഥാർത്ഥത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ മറ്റ് ഇരു മുന്നണികളും ഭയക്കുന്നു എന്നുള്ള കാര്യം തീർച്ച തന്നെയാണ്. തൃശൂരിലെ LDF-ന്റെ സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ അവിടെ എതിരാളിയായി കണ്ടിരുന്നത് സുരേഷ് ഗോപിയെ മാത്രമാണോ എന്ന തരത്തിലേക്ക് പോലും ചർച്ചകൾ തുടക്കത്തിൽ തന്നെ നീങ്ങിയിരുന്നു. കാരണം ഈ പ്രചരണമെല്ലാം തന്നെ ആരംഭിച്ച കാലഘട്ടത്തിൽ സുനിൽകുമാറിന്റെ പേജുകളിൽ വന്നിരുന്ന പോസ്റ്ററുകളെല്ലാം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനുള്ള പ്രധാന കാരണം സുനിൽകുമാറിന്റെ പോസ്റ്ററുകളെല്ലാം തന്നെ BJPക്ക് പ്രതികൂലമായിട്ടായിരുന്നു. BJPയെ മാത്രം ഒരു ശത്രുപക്ഷത്ത് നിർത്തുന്ന തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ഒരു എതിരാളി പോലും അല്ലേ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം പരിശോധിച്ചു കഴിഞ്ഞാലും കൃത്യമാണ്. അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിക്കായി വലിയ തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ NDA ഒരു മുഖ്യ എതിരാളിയെ കണ്ടുകൊണ്ടുള്ള വാക്കുകളെല്ലാം തന്നെ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ UDF-നാണെങ്കിലും LDF-നാണെങ്കിലും അവിടെ ഭയക്കുന്നത് അത് NDAയുടെ സ്ഥാനാർത്ഥിയെ തന്നെ ആണ് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു ഘടകം തന്നെയാണ്. ഇനി എന്ത് തന്നെയാണെങ്കിലും തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ മുൻനിർത്തി പരിശോധിക്കുകയാണെങ്കിൽ അവിടെ സർവേ ഫലങ്ങളൊന്നും തന്നെ കൃത്യമായി പ്രവചനം നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ തന്നെ ഏറെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരായിരിക്കാം ഈ മൂവരിലും കരുത്ത് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടി വരും.